പ്രിയ വിദ്യാർത്ഥികളെ, 2025-26 വർഷത്തിൽ SSLC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഇങ്ക്സ്കേപ്പ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണിത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. മാതൃകയിലേതുപോലെ ഒരു ലോഗോ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. ഈ കാണുന്ന പോലുള്ള ഒരു ലോഗോ തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. സൂചനകൾ: ഒരു വൃത്തം നിർമ്മിച്ചതിന് ശേഷം ഫിൽ കളർ ഒഴിവാക്കുക. സ്ട്രോക്ക് വിഡ്ത്ത് 7 mm നൽകുക. ചിത്രത്തിന്റെ ഷേപ്പ് നിർമ്മിച്ച് മാതൃകയിലേതുപോലെ നിറം നൽകുക. സ്ട്രോക്ക് കളർ വൈറ്റ്, സ്ട്രോക്ക് വിഡ്ത്ത് 5 mm. ഇലക്ട്രിസിറ്റി എന്ന ടെക്സ്റ്റ് ചേർക്കുകയാണ് പിന്നീട് വേണ്ടത്. ചിത്രങ്ങളും ടെക്സ്റ്റും മാതൃകയിലേതുപോലെ ക്രമീകരിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഫയൽ രജിസ്റ്റർ നമ്പർ _electricity.png എന്ന പേരിൽ exam10_product എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുകയാണ് വേണ്ടത്. നേരിട്ട് സേവ് ചെയ്യുന്നതിന് പകരം ഇവിടെ എക്സ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യമായി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വൃത്തം നിർമ്മിച്ചതിന് ശേഷം ഫിൽ കളർ ഒഴിവാക്കി സ്ട്രോക്ക് വിഡ്ത്ത് 7 mm നൽകാം. ഇവിടെ സ്ട്രോക്ക് ബ്ലാക്ക് കളർ ആണെന്ന് നമുക്കറിയാം. വൃത്തം വരക്കുന്നതിനായി ക്രിയേറ്റ് സർക്കിൾസ് ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ ഇവിടെ വരച്ചു. ഫിൽ കളർ ഒഴിവാക്കുന്നതിനായി ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഉപയോഗപ്പെടുത്താം. ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിലെ ഫിൽ ഓപ്ഷൻ നോ പെയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫിൽ കളർ ഇവിടെ ഇല്ല. സ്ട്രോക്ക് വിഡ്ത്ത് 7 mm ആക്കി മാറ്റുകയാണ് ഇനി വേണ്ടത്. ഇവിടെ സ്ട്രോക്ക് നാം കാണുന്നില്ല. സ്ട്രോക്ക് പെയിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യുക. സ്ട്രോക്ക് കളർ നൽകിയപ്പോൾ തന്നെ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ബ്ലാക്ക് കളറിലൊരു സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സ്ട്രോക്ക് വിഡ്ത്ത് 7 mm ആക്കേണ്ടതുണ്ട്. അതിനായി സ്ട്രോക്ക് സ്റ്റൈൽ ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. ഇവിടെ വിഡ്ത്ത് 0.265 ആണ്. ഇവിടെ 7 എന്ന് നൽകുന്നു. എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കാം. ചിത്രത്തിലെ ഷേപ്പ് നിർമ്മിച്ച് മാതൃകയിലേതുപോലെ നിറം നൽകുക. സ്ട്രോക്ക് കളർ വൈറ്റ്, സ്ട്രോക്ക് വിഡ്ത്ത് 5 mm. ഈ മാതൃകയിലെ പോലെ ഒരു ഷേപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ ഷേപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഡ്രോ ബേസിയർ ടൂൾ ഉപയോഗപ്പെടുത്താം. ഈ ഷേപ്പിന് സ്ട്രോക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വൈറ്റ് കളർ സ്ട്രോക്കാണ് ഇവിടെ നാം കാണുന്നത്. വിഡ്ത്ത് 5 mm. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. ഷേപ്പ് വരക്കുന്നതിന് വേണ്ടി ഇവിടെ ഡ്രോ ബേസിയർ കർവ്സ് ടൂൾ ഉപയോഗപ്പെടുത്താം. വിൻഡോ മിനിമൈസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഡ്രോ ബേസിയർ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചോദ്യത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഷേപ്പ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് സെലക്ട് ചെയ്ത് ആവശ്യമായ കളർ നമുക്കിവിടെ നൽകാൻ സാധിക്കും. ആവശ്യമായ രീതിയിൽ ചിത്രത്തെ ക്രമീകരിക്കുക. ഇവിടെ ഷേപ്പിന്റെ സ്ട്രോക്ക് വൈറ്റ് കളറിലാണ് നൽകേണ്ടത്. അതിൻ്റെ വിഡ്ത്ത് 5 mm ആണ്. ആ മാറ്റങ്ങൾ നമുക്കിവിടെ വരുത്താം. സ്ട്രോക്ക് പെയിന്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി കളർ വൈറ്റ് കളർ നമുക്കിവിടെ നൽകാം. ഒന്നുകിൽ ഇവിടെ കളർ സെലക്ട് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ നമുക്ക് സെലക്ട് ചെയ്യാം.
അല്ലെങ്കിൽ ചുവടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ചുവടെ നൽകിയ കളർ പാലറ്റിൽ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സ്ട്രോക്ക് വിഡ്ത്ത് നമുക്ക് 5 mm എന്നുള്ളത് നൽകാം. എൻ്റർ ചെയ്യുക. ഇവിടെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന പോലെ ഞാൻ ഇവിടെ ഷേപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ചുവടെയായി ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇനി വേണ്ടത്. അതിനായി ടെക്സ്റ്റ് ടൂൾ ഉപയോഗപ്പെടുത്താം. ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്തു റീസൈസ് ചെയ്യാം. ഫോണ്ടിന്റെ വലിപ്പം ക്രമീകരിക്കേണ്ടതുണ്ട്. അതേപോലെ കളറ് ചേർക്കേണ്ടതുണ്ട്. കളർ ചേർക്കുന്നതിനായി ചുവടെ നൽകിയിരിക്കുന്ന ഫിൽ കളർ ഉപയോഗപ്പെടുത്താം. ഫോണ്ടിന്റെ വലിപ്പം കൂട്ടുന്നതിനായി ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്ത് മെനു ബാറിലെ ബോൾഡ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ മാതൃകയിലേതുപോലെ പ്രവർത്തനം നാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൂർത്തിയാക്കിയിരിക്കുന്ന പ്രവർത്തനം exam10_product എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ഫയൽ എക്സ്പോർട്ട് png ഇമേജ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. ചുവടെ എക്സ്പോർട്ട് ആസ് എന്ന് കാണാം. എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നൽകേണ്ടതാണ്. എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്തു. ഹോമിലെ exam10_product എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പർ _electricity എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈ പേരിലാണ് ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്റർ നമ്പർ _electricity എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഫയൽ ഹോമിലെ exam10_product എന്ന ഫോൾഡറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഹോം തുറന്ന് exam10_product എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നാം തയ്യാറാക്കിയ ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും.